അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയതായിരുന്നു. തിരിച്ചു വരുമ്പോൾ കാല് തെറ്റി വീണു. അടുത്തുണ്ടായിരുന്ന പൂച്ചട്ടിയിൽ തലയിടിച്ചു. പുറത്ത് പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അസ്വസ്ഥതകൾ ഉള്ളതായി അച്ഛൻ പറഞ്ഞതുമില്ല. വൈകുന്നേരമായപ്പോൾ അച്ഛന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളതായി ഞങ്ങൾക്ക് തോന്നി. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഉടൻ തന്നെ അച്ഛനെ ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർമാർ ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് കണ്ടെത്തി. ഉടൻ ചികിത്സ നൽകി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അച്ഛൻ പോയി. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നടൻ്റെ അവസാന നിമിഷങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞത് സ്വന്തം മകൾ തന്നെയാണ്. മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന അനശ്വര നടൻ മരിക്കാനിടയായ സംഭവമാണിത്. അദ്ദേഹത്തിൻ്റെ മകൾ ശൈലജയാണ് അച്ഛൻ്റെ അവസാന നിമിഷങ്ങളെപ്പറ്റി കണ്ണീരോടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. സായ്കുമാറിൻ്റെയും ശോഭ മോഹൻ്റെയും ഇളയ സഹോദരിയാണ് ശൈലജ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ശൈലജ ജോലി ചെയ്തിരുന്നത്. ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇപ്പോൾ ശൈലജയും അഭിനയ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സിനിമ, സീരിയൽ രംഗത്ത് സജീവമാണ് ശൈലജ. ദുൽഖർ സൽമാൻ നായകനായ സല്യൂട്ട്, ജോജു ജോർജ് നായകനായ ഒരു താത്വിക അവലോകനം എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് ശൈലജ അവതരിപ്പിച്ചത്. പഠിക്കുന്ന കാലത്ത് സ്കൂൾ നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത ശൈലജ യാദൃശ്ചികമായാണ് അച്ഛൻ്റെ പാരമ്പര്യം തുടർന്ന് അഭിനയ രംഗത്തേക്ക് എത്തിയത്. ശൈലജയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ മരിച്ചത്. കൊട്ടാരക്കര എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെട്ട ശ്രീധരൻ നായർ 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെമ്മീൻ എന്ന ചിത്രത്തിലെ ചെമ്പൻ കുഞ്ഞ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ വില്ലനായ മന്ത്രവാദിയിലൂടെ പുതുതലമുറക്കും അദ്ദേഹം പരിചിതനാണ്. അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായരെ പറ്റിയുള്ള ഓർമ്മകൾ ശൈലജ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പങ്കുവച്ചത്. അച്ഛൻ്റെ അവസാന നാളുകളെക്കുറിച്ച് നടി വെളിപ്പെടുത്തിയത് വളരെ സങ്കടത്തോടെയാണ് ആരാധകരും ഉൾക്കൊണ്ടത്. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.